അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുദ്സിന്റെ വിമോചകൻ സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഖുദ്സിന്റെ മോചനം ലക്ഷ്യമാക്കി സ്വലാഹുദ്ദീൻ റളിയല്ലാഹു അൻഹു തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈജിപ്തിന്റെയും സിറിയയുടെയും ഇടയ്ക്കുള്ള കർക്ക്, ഷൗബക്ക് എന്ന രണ്ട് തന്ത്രപ്രധാന കോട്ടകൾ ഷാത്തലൂൺ എന്ന കുരിശുവാഹകൻ പിടിച്ചെടുക്കുന്നത്. ആ കോട്ടകൾക്കുള്ളിലിരുന്ന് അയാൾ മുസ്ലിം കച്ചവട സംഘങ്ങളെ ആക്രമിക്കുകയും അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും പലരെയും തടവിലാക്കുകയും ചെയ്തു. കടുത്ത മുസ്ലിം വിരോധിയായിരുന്ന ഷാത്തലൂണിന്റെ ധിക്കാരങ്ങൾ രാജ്യസമാധാനത്തിന് തന്നെ ഭീഷണിയായി. ഹജ്ജിന് പോകുന്നവരെ കൊന്നൊടുക്കുകയും പരിശുദ്ധ മക്കയും മദീനയ്ക്കുമെതിരെ പട നയിക്കാൻ വട്ടം കൂട്ടുകയും ചെയ്ത ദുഷ്ടനാണ് കുപ്രസിദ്ധനായ ഷാത്തൻ. അയാളുടെ ഭീഷണി അവസാനിപ്പിക്കാൻ സമാധാനപരമായ പല മാർഗങ്ങളും സ്വലാഹുദ്ദീൻ റളിയല്ലാഹു അൻഹു അന്വേഷിച്ചെങ്കിലും ഒന്നും വിജയം കണ്ടില്ല. ഒരു യുദ്ധത്തിലൂടെയല്ലാതെ ഷാത്തനെ അമർച്ച ചെയ്യാൻ കഴിയില്ലെന്ന് ബോധ്യമായി. അവസാനം 30,000-ഓളം സൈനികരുമായി സുൽത്താൻ പുറപ്പെട്ടു. ക്രിസ്ത്യാനികളാവട്ടെ 60,000-ലധികം സൈനികരുമായാണ് രംഗത്തെത്തിയത്. ജെറുസലേമിന്റെ യേശുക്രിസ്തുവിന്റെ ജന്മസ്ഥലമായ നസ്രത്തിന്റെ അടുത്ത് ഗായി രാജാവും ഷാത്തലൂണും പരിവാരങ്ങളും ക്യാമ്പടിച്ചു. മുസ്ലിം ലോകത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന ജീവൻ മരണ പോരാട്ടത്തിനാണ് മുസ്ലിങ്ങൾ പുറപ്പെടുന്നത്. ക്രിസ്ത്യാനികളും അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായി ഈ യുദ്ധത്തെ കണ്ടു. നൂറുദ്ദീന്റെയും അസദുദ്ദീന്റെയും നിരന്തരമായ ഭീഷണിയെ ചെറുത്തു തോൽപ്പിക്കുന്നതിൽ വേണ്ടത്ര വിജയം കണ്ടിട്ടില്ലാത്ത ഈ കുരിശു സംഘം സലാഹുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ മുട്ടുമടക്കാതിരിക്കാനുള്ള പദ്ധതികളുമായി സുരക്ഷിതമായ ഒരു കോട്ടക്കുള്ളിൽ തമ്പടിച്ചു. കോട്ട വളയാൻ വരുന്ന മുസ്ലിങ്ങളെ തന്ത്രപരമായി നേരിടാനും സ്വന്തം സൈന്യത്തിന് കുഴപ്പമൊന്നും വരാതിരിക്കുവാനുമാണ് കോട്ടക്കുള്ളിൽ കയറിക്കൂടിയത്. കോട്ടക്കുള്ളിൽ വെച്ചുള്ള ശത്രുക്കളുടെ യുദ്ധം മുസ്ലിങ്ങളുടെ പരാജയത്തിന് കലാശിക്കുമെന്ന് മനസ്സിലായ സ്വലാഹുദ്ദീൻ റളിയല്ലാഹു അൻഹു അവരെ പുറത്തിറക്കാൻ വേണ്ട അടവുകൾ പയറ്റി. ക്രിസ്ത്യൻ പട്ടാളം കോട്ടക്കുള്ളിൽ കഴിയവേ ക്രിസ്ത്യാനികളെ കൈവശമുണ്ടായിരുന്ന തബ്രിയ പ്രദേശം അദ്ദേഹം പിടിച്ചെടുത്തു. അതോടെ ആ പ്രദേശത്തെ പല നസ്രാണി പ്രമുഖരും മുസ്ലിം പട്ടാളത്തിന്റെ കയ്യിൽ ബന്ദികളായി. എന്നിട്ടും ഗായി രാജാവും കൂട്ടരും പുറത്തിറങ്ങാൻ തയ്യാറായില്ല. ഗായി രാജാവിന്റെ ഈ നിസ്സംഗത ഷാത്തലൂന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം അവരോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു. അതോടെ കുരിശു പടയ്ക്കിടയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായി. എന്തു വന്നാലും പുറത്തിറങ്ങില്ലെന്ന് ഗായി രാജാവും ഇറങ്ങിയേ മതിയാവുന്ന ഷാത്തനും അവസാനം ഒരു മുസ്ലിം പട്ടാളക്കാരൻ കോട്ടക്കുള്ളിൽ നുഴഞ്ഞു കയറി രാജാവിന്റെ പ്രതിനിധി എന്ന നാട്യത്തിൽ വിളംബരം ചെയ്തു. എല്ലാവരും നാളെ യുദ്ധസന്നാഹത്തോടെ തബ്രിയയിലേക്ക് പുറപ്പെടുക. ഈ ഉത്തരവ് രാജാവിന്റെ കൽപ്പന പ്രകാരമാണെന്ന് തെറ്റിദ്ധരിച്ച് കുരിശു പട്ടാളം ഗത്യന്തരമില്ലാതെ പിറ്റേ ദിവസം രാവിലെ 1187 ജൂലൈ 3 തബ്രിയയിലേക്ക് മാർച്ച് ചെയ്തു. മുസ്ലിം സൈന്യം പ്രതീക്ഷിച്ചതും അതായിരുന്നു. കോട്ടക്കുള്ളിൽ ആവശ്യത്തിന് വെള്ളം പോലും ലഭിക്കാതെ കുരിശുപട ആകെ തളർന്നിരുന്നു. അങ്ങനെ ഹിജറ 582 റബീഉൽ ആഖിർ 14 ശനിയാഴ്ച ഇരു വിഭാഗവും നിർണായകമായ ആറ്റുമുട്ടലിന് തുടക്കം കുറിച്ചു. യുദ്ധം തുടങ്ങി. പൊരിഞ്ഞ യുദ്ധം. കാലാൾപ്പടയുടെ തുരുതുരായുള്ള അമ്പെയ്ത്ത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന മുസ്ലിം സൈന്യം തൽക്കാലം ഒരു ഭാഗത്തേക്ക് പിൻവാങ്ങുന്ന മുസ്ലിം സൈന്യത്തിന് നേരെ കുതിരപ്പടകൾ ചാടി വീണു. കാലാൾപ്പടയും കുതിരപ്പടയും ഇതോടെ രണ്ട് വിഭാഗമായി പിരിഞ്ഞു. ഏർപ്പെട്ട് നിൽക്കുന്ന കാലാൾപ്പട നേരെ മുസ്ലിം സൈന്യം ഈറ്റപ്പുലികളെ പോലെ ചീറിയെടുത്തു. മുസ്ലിം സൈന്യത്തിന്റെ അതിശക്തമായ മുന്നേറ്റത്തിൽ ഛിന്ന ഭിന്നമായി കുരിശുപട ഹത്തീൻ കുന്നിൻ മുകളിലേക്ക് ഓടിക്കയറി. ദാഹിച്ചു വലഞ്ഞ അവർ പിന്നീട് യുദ്ധമുന്നണിയിലേക്ക് തിരിച്ചു വന്നതേയില്ല. മുസ്ലിം സൈന്യം വിശ്രമിക്കാതെ പോരാടി. എണ്ണമറ്റ കുരിശു പടയാളികൾ ഹിത്തീൻ തായ്വരയിൽ മരിച്ചു വീണു. ഗായി രാജാവും കൂട്ടരും കുന്നിനു മുകളിൽ അഭയം പ്രാപിച്ചു. മുസ്ലിങ്ങൾ കുന്നിനു മുകളിലേക്ക് കയറാതിരിക്കാൻ അവർ താഴ്വരയിൽ തീ കൊടുത്തു. ഒന്നാം കുരിശ് യുദ്ധത്തിൽ നിരപരാധികളായ 70,000 മുസ്ലിങ്ങളെ വെട്ടിനുറുക്കിയ ഈ കുരിശു പോരാളികൾക്കേറ്റ ഈ തിരിച്ചടി അതിഭയാനകരമായിരുന്നു. തീ പടർന്ന താഴ്വരയിലൂടെ കുന്നിൻ മുകളിലേക്ക് സ്വലാഹുദ്ദീൻ റളിയല്ലാഹു അൻഹു കൂട്ടരും മുന്നേറി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ തക്ബീറിന്റെ അമരധ്വനിയിൽ ആവേശം കൊണ്ട് അവർ ശത്രു സൈന്യത്തെ വളഞ്ഞു. ഗായി രാജാവും ഷാത്തലൂൻ അർണദും ബന്ദികളായി. ഇതോടെ കുരിശുപട അതിദയനീയമായി പരാജയപ്പെട്ടു. അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തി സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു ദീർഘനേരം സുജൂദിൽ കിടന്നു. യുദ്ധം അവസാനിച്ചതിന് ശേഷം തടവുകാരെ മുഴുവനും സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന് മുമ്പിൽ ഹാജരാക്കപ്പെട്ടു.
അന്യായമായി ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ തടവിൽ പാർപ്പിക്കുകയും പരിശുദ്ധ മക്കയും മദീനക്കുമെതിരെ പട നയിക്കുകയും ചെയ്ത ഷാത്തുലൂണിനോട് ഇസ്ലാമിലേക്ക് വരാൻ സലാഹുദ്ദീൻ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു. അയാൾ ആ നിർദ്ദേശം പുച്ഛിച്ചു തള്ളി. ഷാത്തുലൂൺ ചെയ്ത മഹാപാതകങ്ങൾക്ക് ശിക്ഷയായി സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു സ്വന്തം കൈകൊണ്ട് തന്നെ ദുഷ്ടനെ കൊലപ്പെടുത്തി. പരിശുദ്ധ മക്കയിലേക്ക് പട നയിച്ച ഷാത്തുലൂണിനെ തന്റെ കയ്യിൽ കിട്ടിയാൽ കൊല്ലുമെന്ന് നേരത്തെ അദ്ദേഹം സത്യം ചെയ്തിരുന്നു. ഖായ് രാജാവും കൂട്ടരും ഈ രംഗം കണ്ട് പേടിച്ചു വിറച്ചു. എന്നാൽ അദ്ദേഹത്തെയും കൂട്ടുകാരെയും സലാഹുദ്ദീൻ റളിയല്ലാഹു അൻഹു മാപ്പ് നൽകി വിട്ടയക്കുകയായിരുന്നു. ഇതൊരിക്കലും അവർ പ്രതീക്ഷിച്ചതായിരുന്നില്ല. കാരണം കിട്ടിയ അവസരങ്ങളിലൊക്കെ അവർ മുസ്ലിങ്ങളെ പരമാവധി പീഡിപ്പിച്ചിരുന്നു. ശത്രുവിനോട് മാന്യമായി പെരുമാറാൻ പഠിപ്പിച്ച ഒരു മതത്തിന്റെ നായകൻ ഇത്തരം സന്ദർഭങ്ങളിൽ പോലും ആ മതത്തിന്റെ ആദർശങ്ങളോട് കൂറു പുലർത്തിയതിൽ ഖായ് രാജാവും കൂട്ടർക്കും അത്ഭുതമായിരുന്നു. ഹിത്തീൻ യുദ്ധം കഴിഞ്ഞ ഉടനെ ഖുദ്സ് മോചന ലക്ഷ്യവുമായി സലാഹുദ്ദീൻ റളിയല്ലാഹു അൻഹു അനുയായികളും പുറപ്പെട്ടു. സുൽത്താനോട് അല്പം വിശ്രമിക്കാൻ ഗുണകാംക്ഷികൾ ഉപദേശിച്ചെങ്കിലും വിശുദ്ധ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കുന്നതിന് മുമ്പ് വിശ്രമമില്ലെന്ന് പറഞ്ഞ് സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു ആ ഉപദേശം തള്ളിക്കളഞ്ഞു. യഥാർത്ഥത്തിൽ ഭരണമേറ്റെടുത്തത് മുതൽ പ്രശ്നങ്ങളില്ലാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ല. ചെറുതും വലുതുമായ അനേകം യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകി സുൽത്താൻ ആകെ തളർന്നിരുന്നു. ഹിത്തീൻ മലഞ്ചെരുവിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട പലരും അവിടെ അഭയാർത്ഥികളായി കഴിഞ്ഞിരുന്നു. ആദ്യം അവർ ചെറുത്തു നിന്നെങ്കിലും പ്രയോജനമൊന്നും ഉണ്ടായില്ല. കിബീർ ധ്വനികൾ മുഴക്കി ചന്ദ്രക്കല മുദ്രണം ചെയ്ത പതാകയുമേന്തി മലവെള്ളപ്പാച്ചിലിൽ പോലെ പാഞ്ഞു വന്ന് മുസ്ലിം സൈന്യത്തെ പ്രതിരോധിക്കാൻ കുരിശ് കാവൽക്കാർക്ക് സാധ്യമായില്ല. അവർ ആയുധം വെച്ച് കീഴടങ്ങി. സലാഹുദ്ദീൻ റളിയല്ലാഹു അൻഹു കൂട്ടരും ഹിജറ 582 റജബ് 27 ഖുദ്സും പരിസരവും ജയിച്ചടക്കുക തന്നെ ചെയ്തു. അങ്ങനെ ആ പരിശുദ്ധ ഭവനം വീണ്ടും ഇസ്ലാമിന്റെ പതാകയ്ക്ക് കീഴിൽ വന്നു. 90 വർഷം മുമ്പ് മുസ്ലിം കരങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വിശുദ്ധ ഗേഹം, മുസ്ലിങ്ങളുടെ ആദ്യ കിബില, ആയിരക്കണക്കിന് അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും അന്ത്യവിശ്രമ സങ്കേതമായി അനുഗ്രഹീതമായ ഭൂമി, മിഹ്റാജിന്റെ രാത്രിയിൽ മുൻ പ്രവാചകന്മാർക്ക് ജമാഅത്ത് നമസ്കാരത്തിന് അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം വഹിച്ച പുണ്യ ഖുദ്സ്. അവിടെ സലാഹുദ്ദീൻ റളിയല്ലാഹു അൻഹു സൈന്യവും ചെന്ന് കയറിയപ്പോൾ തക്ബീറിന്റെയും തഹ്ലീലിന്റെയും മന്ത്രങ്ങളാൽ അന്തരീക്ഷം പ്രകമ്പിതമായി. സലാഹുദ്ദീൻ റളിയല്ലാഹു അൻഹു സൈന്യവും ഖുദ്സിലേക്ക് മുന്നേറുന്ന വാർത്ത അറിഞ്ഞ് വിദൂര ദിക്കുകളിൽ നിന്ന് പോലും പണ്ഡിതന്മാരും നേതാക്കളും പൊതുജനങ്ങളും അടക്കം ഒമ്പിച്ചൊരു ജനാവലി ഖുദ്സിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ ഒന്നാം കുരിശ് യുദ്ധം കഴിഞ്ഞ് 9 പതിറ്റാണ്ടുകൾക്ക് ശേഷം മസ്ജിദുൽ അഖ്സായിൽ വീണ്ടും ജുമാ നിസ്കാരം നടന്നു. സന്തോഷത്തിന്റെ ബാഷ്പകണങ്ങളാൽ നിറഞ്ഞ കണ്ണുകളുമായി അവർ റബ്ബിന് മുമ്പിൽ ശുക്രിന്റെ സുജൂദിൽ വീണു. ഇസ്ലാമിന്റെ മാനം കാത്ത വീരനായകൻ സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന്റെ അപദാനങ്ങൾ അന്തരീക്ഷത്തിൽ മുഖരിതമായി. നജ്മുദ്ദീൻ അയ്യൂബും കുടുംബവും തകരീത് വിട്ടോടുമ്പോൾ വാവിട്ട് കരഞ്ഞ ചോര പൈതലിന്റെ മഹത്തായ ദൗത്യ നിർവഹണം കണ്ട് പകലോൺ പശ്ചിമ ചക്രവാളത്തിൽ മറയാൻ മടിച്ചു നിന്നു. മുസ്ലിം ലോകം ആഹ്ലാദ ചിത്തരായി നിൽക്കുമ്പോൾ കുരിശ് പടയാളികളിൽ ശേഷിച്ചവർ പേടിച്ചു വിറയ്ക്കുകയായിരുന്നു. ഖുദ്സ് നേതാവിന്റെ പ്രതികാര നടപടി എന്തായിരിക്കുമെന്നോർത്തവർ വ്യാകുലപ്പെട്ടു. മുസ്ലിം പട്ടാളക്കാർ ഞങ്ങളെ ആക്രമിക്കുമോ, സലാഹുദ്ദീൻ റളിയല്ലാഹു അൻഹു കരുണ കാണിക്കുമോ എന്നായിരുന്നു അവരുടെ ആദി. ഒരിക്കലും സ്വന്തം ആദർശമല്ലാതെ പ്രാവർത്തികമാക്കിയിട്ടില്ലാതെ കുരിശ് പോരാളികൾ സ്വന്തം ജീവരക്ഷയ്ക്കായി കേണു കഴിഞ്ഞ നിമിഷം അതേ അവസാനം അത് തന്നെ സംഭവിച്ചു. മക്ക വിജയത്തിൽ പ്രവാചക ശ്രേഷ്ഠർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാജിതരോട് കാണിച്ച അതേ നടപടി, മാപ്പ്, ഉദാരമായ മാപ്പ് അവർക്ക് കൊടുത്തു. എല്ലാ കുരിശു പോരാളികൾക്കും അദ്ദേഹം മാപ്പ് നൽകി. മുമ്പ് മുസ്ലിമിന്റെ രക്തപ്പുഴയിൽ കുരിശുവാകരുടെ കുതിരകൾ നീന്തിയെങ്കിൽ, 70,000 മുസ്ലിങ്ങളെ അതിദാരുണമായി കൂട്ടക്കൊല ചെയ്തെങ്കിൽ, 10,000 കുട്ടികളെ നിലത്തടിച്ചു കൊന്നെങ്കിൽ, മാനഭംഗപ്പെടുത്തപ്പെട്ടെങ്കിലും അതെല്ലാം അഭിനവ ക്രിസ്തു മതത്തിന്റെ സംസ്കാരമായിരുന്നു. മുസ്ലിങ്ങൾക്കങ്ങനെ ചെയ്യാനൊക്കില്ലല്ലോ. 9 പതിറ്റാണ്ടുകാലം അസാധ്യമായതും ലോക മുസ്ലിങ്ങൾ ആഗ്രഹിച്ചതുമായ ഖുദ്സ് മോചനം സാധ്യമാക്കിയ ചരിത്ര നായകൻ എന്നതിനേക്കാൾ സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു ചരിത്രം നൽകുന്ന മഹത്വവും ബഹുമതിയും അദ്ദേഹം പരാജിതരോട് കാണിച്ച സ്നേഹത്തിനും അനുകമ്പക്കുമാണ്. സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു അന്ന് വിചാരിച്ചിരുന്നെങ്കിൽ
പൗരസ്ത്യ നാടുകളിൽ ഇന്ന് കുരിശുവാഹകരുടെ പൊടി പോലും കാണില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം അന്ന് ഇസ്ലാമിന്റെ അന്തസ് ഉയർത്തിപ്പിടിച്ച് ശത്രുവിനെ സ്നേഹം കൊണ്ട് നേരിടുകയാണ് ചെയ്തത്. ക്രിസ്തീയ സമൂഹം സ്നേഹത്തെക്കുറിച്ച് പറയുകയല്ലാതെ അതൊരിക്കലും പ്രാവർത്തികമാക്കാറില്ല. സ്നേഹത്തിന്റെ കുത്തക അവകാശപ്പെടുന്നവർ മനസ്സിലാക്കേണ്ട കാര്യമാണിത്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈജിപ്തിൽ പ്രധാനമന്ത്രി സ്ഥാനമേൽക്കുമ്പോൾ മനസ്സിലാഗ്രഹിച്ച 3 കാര്യങ്ങളും ഇതിനകം സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു സാധിച്ചെടുത്തു. ഷിയാ ഭരണം അവസാനിപ്പിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ശക്തി പകരുക, ഛിന്ന ഭിന്നമായി കിടന്ന മുസ്ലിം രാജ്യങ്ങളെ ഏകോപിപ്പിക്കുക, വിശുദ്ധ ഖുദ്സ് ക്രിസ്ത്യാനികളിൽ നിന്ന് മോചിപ്പിക്കുക. പക്ഷേ ഇതെല്ലാം സാധ്യമായിട്ടും സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു വിശ്രമിക്കാൻ സന്നദ്ധനായില്ല. മുസ്ലിം സമുദായത്തിന്റെ ആത്മീയവും ഭൗതികവുമായ ഉന്നമനത്തിനായി സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു അനേകം പദ്ധതികൾ ആവിഷ്കരിച്ചു. അന്തസ്സുള്ള ഒരു സമുദായത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. മഹാനായ സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു ഉന്നതമായ സ്വഭാവ വിശേഷങ്ങളുടെ ഉടമയായിരുന്നു. രാത്രി സമയങ്ങളിൽ സുന്നത്ത് നിസ്കാരവും ഒഴിവു സമയങ്ങളിൽ ഖുർആൻ പാരായണവും അദ്ദേഹത്തിന്റെ ചര്യയായിരുന്നു. പണ്ഡിതന്മാരെ ഏറെ ആദരിച്ചിരുന്ന സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു ആവശ്യമായതെല്ലാം അവരിൽ നിന്ന് പഠിച്ചു. ഹദീസ് പഠിക്കുവാനും മറ്റുള്ളവരിൽ നിന്ന് ഖുർആൻ പാരായണം കേൾക്കുവാനും വലിയ താല്പര്യമായിരുന്നു സുൽത്താൻ അയ്യൂബിക്ക്. പരലോകത്തെ പരാമർശിക്കുന്ന ഖുർആൻ ആയത്തുകൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം ലോലമാകുകയും കണ്ണുകൾ ജലാർദ്രമാകുകയും ചെയ്തിരുന്നു. ഇസ്ലാമിക മൂല്യങ്ങളുടെ പുനരുദ്ധാനത്തിന് സുൽത്താൻ അയ്യൂബിക്ക് പ്രത്യേകമായ ചില പരിപാടികൾ ഉണ്ടായിരുന്നു. ഭരണവും കിരീടവും കൊണ്ട് മാത്രം ദീൻ നിലനിൽക്കില്ലെന്ന് കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി. വിജ്ഞാനമാണ് ഇസ്ലാമിന്റെ ജീവനാഡിയെന്നും സമൂഹത്തിന്റെ അടിസ്ഥാന പുരോഗതി വിദ്യാഭ്യാസത്തെ ആശ്രയിച്ചുള്ളതാണെന്നും അദ്ദേഹം കണ്ടറിഞ്ഞു. തദടിസ്ഥാനത്തിൽ വിജ്ഞാന പ്രചാരണ രംഗത്ത് അദ്ദേഹം അർപ്പിച്ച സേവനങ്ങൾ പിൽക്കാല മുസ്ലിങ്ങൾക്ക് വലിയ ഉത്തേജനമേകി. നൈസർഗിക കലാവാസനകൾ ഉള്ളവരെ തിരഞ്ഞുപിടിച്ച് പ്രോത്സാഹനം നൽകുവാനും ബഹുമുഖ പ്രതിഭകളാക്കി മാറ്റാനും അയ്യൂബി ഭരണകൂടം വളരെ യത്നിച്ചിട്ടുണ്ട്. കഴിവുറ്റ കവികളും പ്രസംഗകരും പണ്ഡിതന്മാരും എഴുത്തുകാരും ബുദ്ധിജീവികളും ആ കാലത്ത് ഉയർന്നു വന്നു. എഴുത്തുകാർക്കും വിദ്യാഭ്യാസ പ്രവർത്തകർക്കും സഹായങ്ങളും സമ്മാനങ്ങളും നൽകി പ്രോത്സാഹിപ്പിച്ചു. ഷാഫിഈ മദ്ഹബുകാരനായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു. ഷാഫിഈ മദ്ഹബിന് പ്രത്യേകിച്ചും മറ്റു മദ്ഹബുകൾക്കും പൊതുവെയും വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 4 മദ്ഹബുകളുടെയും വളർച്ചയ്ക്ക് വേണ്ടി പ്രത്യേകം പഠന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറക്കരികെ സ്ഥാപിച്ച അൽ മദ്രസത്തു ഷാഫിഈയ അക്കാലത്തെ പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു. ഷിയാ ഭരണകൂടം സ്ഥാപിച്ച ഈജിപ്തിലെ പ്രസിദ്ധമായ ജാമിഉൽ അസ്ഹർ സുന്നിവൽക്കരിച്ചതും ഈജിപ്തിൽ ഷാഫിഈ മദ്ഹബിന് പ്രാമുഖ്യമുണ്ടായതും സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തായിരുന്നു. ഒരു കാലത്ത് ഇസ്ലാമിന്റെ കളിത്തൊട്ടിലെന്ന് ഖ്യാതി നേടിയ അന്തലൂസിൽ നിന്ന് അഥവാ സ്പെയിൻ അനേകം വിജ്ഞാന കൃതികൾക്കും പ്രതിഭകളും പ്രോത്സാഹനം തേടി സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തെത്തിയിരുന്നു. അധികാരവും സൗകര്യങ്ങളും വേണ്ടുവോളം ഉണ്ടായിട്ടും ഭൗതിക ജീവിതത്തിന്റെ ആഡംബരത്തിൽ സുൽത്താന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. ഇസ്ലാമിക വേഷവിധാനങ്ങളിൽ അദ്ദേഹം താല്പര്യം കാണിക്കുകയും മറ്റുള്ളവരതിനായി പ്രേരിപ്പിക്കുകയും ചെയ്തു. താടിയും തലപ്പാവും അണിഞ്ഞ സുൽത്താന്റെ ഗാംഭീര്യമാർന്ന രൂപം അത്യാകർഷകമായിരുന്നു. സച്ചരിതരായ പൗരാണികൾ ജീവനും ജീവിതവും നൽകി വളർത്തിയെടുത്ത ഒരു മഹാപ്രസ്ഥാനത്തിന്റെ പിൻഗാമികൾ ഭൗതിക താല്പര്യങ്ങൾ സായുജ്യം കണ്ടെത്തുന്നതിനോട് അദ്ദേഹത്തിന് തീരെ യോജിക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം പട്ടാളക്കാരോട് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, മരണത്തോടുള്ള വെറുപ്പ് നിങ്ങളെ ദുർബലമാക്കും, ഭൗതിക സുഖാഡംബരങ്ങളോടുള്ള പ്രതിബദ്ധത നിങ്ങളെ നിസ്സാരന്മാരാക്കും. ഊർജ്ജസ്വലനും ഉന്മേഷവാനുമായി സദാ കാണപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ പ്രചോദനം പൂർവികരുടെ ചരിത്രമായിരുന്നു. 9 പതിറ്റാണ്ട് കാലം അൽ അഖ്സ പള്ളിയും പരിസരവും ക്രിസ്ത്യാനികൾ തട്ടിയെടുത്ത് കൈവശം വെച്ച് മുസ്ലിം സമുദായത്തിന്റെ ദൗർബല്യം ചൂഷണം ചെയ്തുകൊണ്ടായിരുന്നുവെന്നും അതിന് പരിഹാരം അലസത കൈവടിയുക മാത്രമാണെന്നും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിം സൈന്യത്തിന്റെ നായകനായി നിയമിച്ച അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തന ഫലമായി ഇസ്ലാമിക രാജ്യങ്ങൾക്കുണ്ടായ വികാസവും അതിന്റെ പിന്നിലെ പ്രേരക ശക്തിയായ വിശ്വാസവും സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിനെ ഏറെ സ്വാധീനിച്ചിരുന്നു.
ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് പടനയിച്ചു. ഹിംസ്, ഹുമാത്ത്, ജിബില്ല, നാബൽസ്, മഅറ തുടങ്ങിയ അനേകം പ്രദേശങ്ങൾ ജയിച്ചടക്കിയ ശേഷം ജോർദാനിലെത്തി. ഈലിയായിലെ ഭരണാധികാരികൾക്ക് ഇങ്ങനെ കത്തെഴുതി: അള്ളാഹുവിന്റെ ഏകത്വത്തിലും അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും നിങ്ങൾ വിശ്വസിക്കണം. ഭൗതിക ലോകം ക്ഷണികവും നരകവുമാണെന്ന് മനസ്സിലാക്കണം. അന്ത്യദിനം വരാനിരിക്കുന്നു. മരണപ്പെട്ടവരെല്ലാം അന്ന് പുനർജനിക്കും. കർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം അന്ന് നൽകപ്പെടും. ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. നിങ്ങളുടെ രക്തവും ധനവും അഭിമാനവും പവിത്രമായി ഞങ്ങൾ കണക്കാക്കും. അപ്പോൾ നാം നിങ്ങളുടെ ഗുണകാംക്ഷികളുമായിരിക്കും. ഞങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതവും ഞങ്ങൾക്ക് ഞങ്ങളുടെ മതവും വലുതാണ്. ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ നികുതി അടച്ച് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം. ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും. ഇതൊന്നും നിങ്ങൾ സമ്മതിക്കാത്ത പക്ഷം പിന്നെ ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മരണമാണ്. നിങ്ങളാണെങ്കിൽ മരണത്തെക്കാൾ ഇഷ്ടപ്പെടുന്നത് കള്ളും പന്നിമാംസവുമാണ്. ഒന്നുകിൽ ഇസ്ലാമിന്റെ വിജയം, അല്ലെങ്കിൽ ഞങ്ങളുടെ മരണം. ഈ രണ്ടിലൊന്ന് സാധിക്കാതെ ഞങ്ങൾ തിരിച്ചു പോകില്ല. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ഈ തീരുമാനത്തിന് മുന്നിൽ ഈലിയ നിവാസികൾ പകച്ചുപോയി. തങ്ങൾ വിശ്വസിക്കുന്ന ആദർശം സത്യമാണെന്ന് ഉറപ്പില്ലാത്തവർക്ക് എങ്ങനെ മരിക്കാൻ സന്മനസ്സുണ്ടാകും? അവസാനം അവർ സന്ധിക്ക് തയ്യാറായി. ഉമർ റളിയല്ലാഹു അൻഹു നേരിട്ട് വന്ന് ഞങ്ങൾക്ക് സംരക്ഷണം ഉറപ്പു തന്നാൽ പൊതുസും പരിസരവും മുസ്ലിങ്ങളെ ഏൽപ്പിക്കാമെന്നായി. അവർ ഈലിയാക്കന്മാരുടെ താല്പര്യം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു. വ്യവസ്ഥ പ്രകാരം ഉമർ റളിയല്ലാഹു അൻഹു ഖുദ്സിലെത്തി. ഉമർ റളിയല്ലാഹു അൻഹു സ്വീകരിക്കാൻ പല പ്രമുഖരും എത്തിയിരുന്നു. പാത്രിയാർക്കീസുമാരും മഹാപുരോഹിതന്മാരും അതിർത്തിയിൽ കാത്തുനിന്നിരുന്നു. സാധാരണക്കാരന്റെ വേഷത്തിൽ ഒരു കഴുതപ്പുറത്ത് എത്തിയ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ട് അവർക്ക് കുറ്റബോധവും അപകർഷതയും തോന്നി. കിരീടം ചൂടി സർവാഡംബരത്തോടെ വരുന്ന ഒരു ചക്രവർത്തിയെ ആയിരുന്നല്ലോ അവർ പ്രതീക്ഷിച്ചിരുന്നത്. തക്ബീർ ധ്വനികളാൽ പ്രകമ്പിതമായ അന്തരീക്ഷത്തിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ കാവൽക്കാരൻ സഫർദോസ് പുരോഹിതൻ വിശുദ്ധ മന്ദിരത്തിന്റെ താക്കോൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. അപ്പോൾ അയാൾ അറിയാതെ കരഞ്ഞുപോയി. ലോകത്തിലെ വലിയ ശക്തികളിലൊന്ന് കിസ്രയുടെയും കൈസറിന്റെയും സമുദായക്കാർ ഖലീഫ ഉമറിന് മുമ്പിൽ പൊട്ടിക്കരയുന്ന ആ രംഗം ഒന്ന് ഓർത്തു നോക്കൂ. ഈമാനികാവേശമുള്ളവർക്ക് രോമാഞ്ചം ഉണ്ടാകുന്ന മുഹൂർത്തമാണത്. ഉമർ റളിയല്ലാഹു അൻഹു പരിവാരങ്ങളും ഖുദ്സിൽ കടന്നു. സഹോദര സമുദായമായ ക്രിസ്ത്യാനികൾക്ക് മഹാൻ സ്വന്തം കരങ്ങൾ കൊണ്ട് അഭയപത്രം എഴുതി കൊടുത്തു. ഈ വിശുദ്ധ ഭൂമിയിൽ ഒരു നസ്രാനിയും ഒരു മുസ്ലിമിനാൽ ആക്രമിക്കപ്പെടില്ല. ചരിത്രത്താളുകളിൽ തങ്കലിപികളിൽ രേഖപ്പെട്ട ഈ അമാനത്താണ് ഖുദ്സ് ജയിച്ചടക്കിയപ്പോൾ സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു നിറവേറ്റിയത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനത്തിനെതിരായി സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ക്രിസ്ത്യാനികളുടെ സ്ഥിതി എന്താകുമായിരുന്നു? കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മുസ്ലിം നേതാക്കന്മാരുടെ സഹതാപം ഒന്നുകൊണ്ട് മാത്രം പിടിച്ചു നിന്ന ആ സമൂഹം സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന് ശേഷം മുസ്ലിം സമുദായത്തോട് ചെയ്ത വഞ്ചനക്കും ക്രൂരതക്കും കയ്യും കണക്കുമില്ല. വിശ്വാസമാണ് അന്തസ്സിന്റെ കാതിലെന്ന് കണ്ടെത്തിയ സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു തനിക്ക് കൈവന്ന സൗഭാഗ്യങ്ങൾ അള്ളാഹുവിന്റെ അമാനത്താണെന്ന് മനസ്സിലാക്കി ഇസ്ലാമിന്റെ അന്തസ് ഉയർത്താൻ പാടുപെട്ടു. ത്യാഗത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ആദർശ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രതീകമായ സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹുവിന്റെ കഥകൾ ചരിത്ര വിദ്യാർത്ഥികളെ ആവേശഭരിതരാക്കുക തന്നെ ചെയ്യും. സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു ഉന്നതനായ ചിന്തകനും പ്രബൽഗനായ വാഗ്മിയും തികഞ്ഞ സൂഫിവര്യനുമായിരുന്നു. ഘനഗാംഭീര്യത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പട്ടാളക്കാർ ഉന്മാത്തരായി തീർന്നിരുന്നു. ഇസ്ലാമിക ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും അനിവാര്യതയും ആവശ്യകതയും സാമാന്യ ജനത്തെ ബോധ്യപ്പെടുത്താൻ പ്രസംഗമാണ് അദ്ദേഹം ആയുധമാക്കിയിരുന്നത്. മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ച് ലാഭം സ്വന്തം വരവിൽ ചേർക്കാൻ ഒരിക്കലും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ കാര്യമേ മറ്റുള്ളവരോട് അദ്ദേഹം കൽപ്പിക്കാറുണ്ടായിരുന്നുള്ളൂ. കർമ്മനിരതമായ ജീവിതമായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന്റേത്. 17 വയസ്സ് മുതൽ രോഗബാധിതനാകുന്ന സമയം വരെ അദ്ദേഹം വിശ്രമമില്ലാതെ പോരാടി. 57 വർഷമാണ് സുൽത്താൻ
സ്വലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു ജീവിച്ചത്. ഇതിൽ നീണ്ട 40 വർഷവും അദ്ദേഹം കർമ്മനിരതനായിരുന്നു. ഹിജ്റ 532 സ്വലാഹുദ്ദീൻ റളിയല്ലാഹു അൻഹു ജനിക്കുമ്പോൾ അറബ് രാജ്യങ്ങളുടെ അവസ്ഥ ദയനീയമായിരുന്നു. ഛിന്ന ഭിന്നമായ മുസ്ലിം രാജ്യങ്ങളിൽ എണ്ണിയാലൊടുങ്ങാത്ത ഭരണാധിപന്മാർ, അവർക്കിടയിൽ കടിപിടിയും വഴക്കും വക്കാണവും. ഇതിനിടെ കഴുകനും കരടിയും വേണ്ടതെല്ലാം കുത്തി വിഴുങ്ങുകയായിരുന്നു. പിന്നീട് ഹിജ്റ 580 ആയപ്പോഴേക്കും ആ രാജ്യങ്ങളെല്ലാം ഒരൊറ്റ ഭരണാധികാരിക്ക് കീഴിൽ ഐക്യപ്പെടുന്നതാണ് നാം കാണുന്നത്. പ്രവിശാലമായ ഒരു സാമ്രാജ്യത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത സുൽത്താനായി സ്വലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു അധികാരത്തിലെത്തുന്നു. അനുകൂലമായ സാഹചര്യത്തിലായിരുന്നില്ല ഇതൊന്നും അദ്ദേഹം നേടിയെടുത്തത്. മുസ്ലിം കച്ചവട സംഘങ്ങൾക്ക് സ്വൈര്യമായി യാത്ര ചെയ്യുവാനോ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോലും നിർഭയരായി പുറപ്പെടാനോ കഴിയാത്ത വിധം ദുസ്സഹമായ ചുറ്റുപാടാണ് ഒന്നാം കുരിശ് യുദ്ധത്തിന് ശേഷം മുസ്ലിം സമൂഹത്തിന് അഭിമുഖീകരിക്കാനുണ്ടായിരുന്നത്. നിർഭയമായ ഒരു ജീവിതം ഈ ലോകത്ത് മുസ്ലിങ്ങൾക്കുണ്ടാകുമോ എന്ന് പോലും ആശങ്കിച്ച ഒരു സന്ദർഭത്തിലാണ് വിജയം, അല്ലെങ്കിൽ മരണമെന്ന മുദ്രാവാക്യവുമായി സിരകളിൽ തിളക്കുന്ന ഈമാനിക ആവേശവുമായി സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു രംഗത്ത് വരുന്നത്. ഈജിപ്തിൽ ഭരണാധികാരിയാവുകയും ഫാത്തിമി ഖലീഫ അൽ ആമിദി ലിദീനില്ല മരണപ്പെടുകയും ചെയ്തപ്പോൾ രാജ്യത്തെ ജനങ്ങൾക്ക് സുഭിക്ഷമായി ജീവിക്കുവാനുള്ള സമ്പത്ത് ഖജനാവിലുണ്ടായിരുന്നു. അവിടുത്തെ കാഴ്ച വസ്തുക്കളും വിലപിടിപ്പുള്ള അലങ്കാര സാധനങ്ങളും അദ്ദേഹം ബഗ്ദാദിലെ അബ്ബാസി ഖലീഫക്ക് നൽകി. മറ്റു സമ്പത്തുകളെല്ലാം രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും കെട്ടുറപ്പുള്ള സൈന്യത്തെ വാർത്തെടുക്കുന്നതിനുമായി വിനിയോഗിച്ചു. 10 വർഷം വിറ്റിട്ടും തീരാത്ത വിധം വിലപിടിപ്പുള്ള വസ്തുക്കൾ ഫാത്തിമി ഖലീഫയുടെ ഖജനാവിലുണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നു. വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപനും എണ്ണിത്തീർക്കാൻ കഴിയാത്ത സമ്പത്തിന്റെ ഉടമയും ആയിരുന്നിട്ട് പോലും സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവും കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല. വഫാത്താകുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ 1 ദീനാർ മാത്രമാണ് ഉണ്ടായിരുന്നത്രേ. സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന്റെ കരുണയും ദയാക്ഷണവും ഏറെ പ്രസിദ്ധമാണ്. ഫാത്തിമി ഖലീഫ അൽ ആലിദ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യമാരും മക്കളും കുടുംബങ്ങളുമായി 152 പേർ കൊട്ടാരത്തിലുണ്ടായിരുന്നു. അവർക്ക് മാന്യമായി ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അവരുടെ വിശ്വാസാചാരങ്ങൾക്കനുസൃതമായി തന്നെ അവസാനത്തെ ഖലീഫ അൽ ആലിദ് ലിദീനില്ലയുടെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ അനുവദിക്കുകയും ചെയ്തു. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തി പ്രജകളുടെ പ്രീതി സമ്പാദിച്ച അദ്ദേഹത്തിന് തന്റെ ഭരണത്തിന് കീഴിൽ അന്യായമായി ആരും വേദനിക്കരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു. സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന്റെ എടുത്തു പറയത്തക്ക ദൗർബല്യം അദ്ദേഹത്തിന്റെ ദയവും സഹാനുഭൂതിയുമായിരുന്നു. ഏറ്റവും വലിയ ശത്രുവിനോട് പോലും വിട്ടുവീഴ്ച ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഖുദ്സ് കീഴടക്കിയപ്പോൾ പവിത്രമായ ആ മണ്ണിന്റെ പരിശുദ്ധിക്ക് കളങ്കം വരുത്തുന്ന യാതൊന്നും അവിടെ വെച്ച് ചെയ്യരുതെന്ന് തന്റെ പട്ടാളക്കാരുടെ സുൽത്താൻ പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. ഈ നിശ്ചയപ്രകാരം ഖുദ്സിലുണ്ടായിരുന്ന കുരിശുപടയുമായി ഒരു ഒത്തുതീർപ്പിലെത്താൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ ഹിത്തീൻ താഴ്വരയിലുണ്ടായ അപമാനകരമായ പരാജയത്തിന്റെ വേദന തിന്നുന്ന നസ്രാനികൾ ഖുദ്സിൽ വന്നിറങ്ങിയ സുൽത്താനോടും പരിവാരങ്ങളോടും സഹകരിക്കാൻ തയ്യാറായില്ല. 5000-ഓളം മുസ്ലിങ്ങളെ ബന്ദികളായി അവർ നേരത്തെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവരെ വിട്ടുതരുവാനും ഖുദ്സിൽ ആത്മരക്ഷാർത്ഥം ഒളിച്ചു പാർക്കുന്ന ശേഷിക്കുന്ന ഭരണാധികാരികളോടും കുരിശുനായകന്മാരോടും അവർക്കിഷ്ടമുള്ള പ്രദേശങ്ങളിലേക്ക് മാറി താമസിച്ചു കൊള്ളുവാനും ബൈത്തുൽ മുഖദ്ദസിന്റെ നായകത്വം മുസ്ലിങ്ങളെ ഏൽപ്പിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു എഴുത്ത് സുൽത്താൻ അവർക്ക് കൈമാറി. ജേതാവിന്റെ ആജ്ഞാശൈലിക്ക് പകരം വിനയത്തിന്റെയും മാന്യതയുടെയും ശൈലിയാണ് സുൽത്താൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചത്. കത്തിൽ സുൽത്താൻ ഇപ്രകാരം എഴുതി: സഹോദര സമുദായത്തിന്റെ ആദരണീയരായ അധിപന്മാരെ, വിശുദ്ധ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിഭാവനത്വവും അത് അല്ലാഹുവിന്റെ ഭവനമാണെന്ന യാഥാർത്ഥ്യവും ഞാൻ അംഗീകരിക്കുന്നു. ഈ പുണ്യഭൂമിയെ രക്തപങ്കിലമാക്കി അതിന്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാകാതെ നിങ്ങൾ ഈ പ്രദേശം വിട്ടുപോവുക. നിങ്ങൾക്ക് താമസിക്കാൻ ഭൂമി മറ്റെവിടെയെങ്കിലും ഞാൻ നൽകാം, അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടത്തിന് നികുതി നൽകി സമാധാനപരമായി നിങ്ങൾക്ക് ജീവിക്കാം.
കാലങ്ങളായി മുസ്ലിം സമുദായത്തിന് അവകാശപ്പെട്ട ഈ പുണ്യഭൂമി ഞങ്ങൾ തിരിച്ചേൽപ്പിക്കണം. സുൽത്താന്റെ ഈ സന്ദേശം അവരിൽ പലർക്കും ഇഷ്ടമായില്ല. അവർ കുഴപ്പം വിളിച്ചു വരുത്തുന്ന രൂപത്തിലാണ് പ്രതികരിച്ചത്. മുസ്ലിം സൈന്യം തബരിയയിൽ നിന്ന് ബന്ദികളായി പിടിച്ച രാമല്ല പ്രദേശത്തിന്റെ അമീർ ദിവല്യാനും മറ്റും ചില കുരിശ് പ്രമുഖരും സുൽത്താന്റെ അടുക്കൽ വന്നു പറഞ്ഞു, ഞങ്ങൾ കുടുംബസമേതം ടിപ്പോളിലേക്കോ സൂറിലേക്കോ പോകാൻ ആഗ്രഹിക്കുന്നു. ഖുദ്സിൽ പാർക്കുന്ന ഞങ്ങളുടെ ഭാര്യമാരെയും കുട്ടികളെയും കൂട്ടിവരാൻ ഒരു ദിവസമെങ്കിലും ഖുദ്സിൽ പ്രവേശിക്കാൻ അനുവദിക്കണം. ഒരു ദിവസത്തിനുള്ളിൽ കുടുംബസമേതം ഖുദ്സിൽ നിന്ന് പുറത്തു പോകാമെന്ന വ്യവസ്ഥതയോടെ ഖുദ്സിൽ കടന്ന ദീപല്യാൻ പക്ഷേ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് അവിടെയുണ്ടായിരുന്ന ക്രിസ്ത്യൻ മേധാവികളുമായി കൂടിയാലോചന നടത്തുകയാണ് ചെയ്തത്. ദീപല്യാൻ കരാർ ലംഘിച്ചപ്പോൾ സുൽത്താന്റെ സൈന്യം ഖുദ്സ് പ്രദേശം വളഞ്ഞു. ദീപല്യാൻ താമസിക്കുന്ന കൈമയുടെ അരികിലെത്തി അയാൾ കൈയോട് പിടികൂടി. എത്രയും വേഗം ഖുദ്സ് വിട്ടുപോകാൻ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് ഇപ്രകാരമാണ്: അല്ലയോ സുൽത്താൻ, ഈ പട്ടണത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത ജനങ്ങൾ താമസിക്കുന്നുണ്ട്. മുസ്ലിം പട്ടാളത്തിൽ നിന്ന് സുരക്ഷ ലഭിക്കുമോ എന്ന ഭീതിയിലാണ് അവർ കഴിയുന്നത്. ഇനിയും ദീർഘകാലം ജീവിക്കാൻ ആഗ്രഹിക്കുകയും മരണത്തെ വെറുക്കുകയും ചെയ്യുന്നവരാണ് അവരിലധികവും. ഞങ്ങളിപ്പോൾ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് വന്നാൽ ഞങ്ങളുടെ ഭാര്യമാരെയും കുട്ടികളെയും നിങ്ങൾക്ക് ബന്ദികളാക്കാൻ വിട്ടുതരില്ല. അവരെ ഞങ്ങൾ തന്നെ ആദ്യം വധിച്ചു കളയും. മുഴുവൻ സമ്പത്തും ചരക്കുകളും നശിപ്പിച്ച ശേഷം വിശുദ്ധ സഖറ കുബ്ബയടക്കം ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കും. മുഴുവൻ മൃഗങ്ങളെയും ജീവജാലങ്ങളെയും ഞങ്ങൾ കൊന്നുകളയും. ഞങ്ങളിൽപ്പെട്ട ഒരാണിനെയും പെണ്ണിനെയും കുട്ടിയെയോ ബന്ദിയായി പിടിക്കാനോ ഒരു ദിർഹമോ ദീനാറോ ഗനീമത്തായി എടുക്കാനോ നിങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളുടെ കയ്യിലുള്ള 5000-ഓളം മുസ്ലിം ബന്ദികളെ ഞങ്ങൾ കൊല്ലും. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിശുദ്ധി കളങ്കപ്പെടുത്തിയ ശേഷം ഞങ്ങൾ നിങ്ങളോട് തുറന്ന പോരാട്ടം നടത്തും. ഞങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ അതുപോലെ ഒരാൾ നിങ്ങളിലും കൊല്ലപ്പെടും. അന്തസ്സുള്ള മരണം അവസാനമായിരിക്കും ഞങ്ങൾ വാങ്ങുന്നത്. ഈ വെല്ലുവിളി തികഞ്ഞ മാന്യതയോടെയാണ് സുൽത്താൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു നേരിട്ടത്. ഖുദ്സിൽ ഒരു ജീവി പോലും ആക്രമിക്കപ്പെടാതെ ഇസ്ലാമിന്റെ അന്തസ് കാത്തു സൂക്ഷിക്കണമെന്ന് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന് നിർബന്ധമുണ്ടായിരുന്നു. മറ്റൊരു കൂട്ടം സ്ത്രീകൾ സുൽത്താന്റെ കൈമയ്ക്ക് മുമ്പിൽ വന്ന് പറഞ്ഞു, പ്രഭോ, ഞങ്ങൾ എന്നേക്കുമായി ഈ പ്രദേശം വിട്ടുപോവുകയാണ്. നിങ്ങൾ ബന്ദികളായി പിടിച്ചുവെച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാരും മക്കളും ഉമ്മമാരും എല്ലാവരും ഉണ്ട്. അവരില്ലാത്തൊരു ജീവിതം സങ്കല്പിക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഈ ഭൂമിയിൽ ഞങ്ങളെ സംരക്ഷിക്കാൻ അവരല്ലാതെ മറ്റാരുമില്ല. അവരെ ഞങ്ങൾക്ക് വിട്ടുതന്നാൽ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ നീങ്ങിക്കിട്ടും. അങ്ങ് കനിയണം. അങ്ങയുടെ ഒരു വലിയ കാരുണ്യമായിരിക്കും അത്. അബലകളായ ആ സ്ത്രീ സമൂഹത്തിന്റെ തേങ്ങൽ കേട്ട് മനസ്സലിഞ്ഞ സുൽത്താൻ അവരുടെ ബന്ധുക്കളായ എല്ലാ ബന്ദികളെയും യാതൊരു പ്രതിഫലവും വാങ്ങാതെ വിട്ടുകൊടുത്തു. സംരക്ഷണം ഏറ്റെടുക്കാൻ ആരുമില്ലാത്തവർക്ക് ആവശ്യമായ സമ്പത്ത് നൽകി സന്തോഷിപ്പിക്കുകയും ചെയ്തു. ബന്ദികളുടെ കൂട്ടത്തിൽ ഫ്രഞ്ചുകാരിയായ ഒരു യുവതി ഉണ്ടായിരുന്നു. അവൾ ആളിക്കത്തുന്ന പ്രതിഷേധവുമായി സുൽത്താന്റെ മുമ്പിൽ വന്നു പറഞ്ഞു, ധിക്കാരിയും രക്തക്കൊതിയനുമായ സലാഹുദ്ദീൻ, താങ്കൾ എന്റെ പിതാവിനെ കൊല്ലുകയും സഹോദരന്മാരെ ബന്ദികളാക്കുകയും ചെയ്തിരിക്കുന്നു. അക്രമിയായ താങ്കൾ എന്നെ സ്വതന്ത്രയാക്കി കൂടുതൽ ദ്രോഹിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ഈ പെണ്ണിന്റെ പൊട്ടിത്തെറിയിൽ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന് യാതൊരു ഭാവഭേദവും പ്രകടിപ്പിച്ചില്ല. ബന്ദികളായ അവളുടെ സഹോദരന്മാരെ വിട്ടുകൊടുത്തുകൊണ്ട് സുൽത്താൻ പറഞ്ഞു, നിന്റെ പിതാവ് വിശ്വസ്തരായ ഒരു വിഭാഗത്തിനെതിരെയുള്ള യുദ്ധത്തിലാണ് കൊല്ലപ്പെട്ടത്. അതിന് കാരണക്കാരൻ അദ്ദേഹം തന്നെയാണ്. നിന്റെ സംരക്ഷണത്തിനും സഹായത്തിനുമായി നിന്റെ സഹോദരന്മാരെ ഞാൻ വിട്ടുതരുന്നു. പ്രതികാരദാഹമില്ലാതെ നീ പോയിക്കൊള്ളുക. അത് കേട്ട് സന്തോഷപൂർവ്വം തിരിച്ചു പോകുന്ന ആ പെണ്ണിനോട് സുൽത്താൻ ചോദിച്ചു, നീ എങ്ങോട്ടാണ് പോകുന്നത്? അവൾ പറഞ്ഞു, എന്റെ നാട്ടിലേക്ക്. സുൽത്താൻ വീണ്ടും ചോദിച്ചു, ഞങ്ങളെക്കുറിച്ച് നീ നിന്റെ നാട്ടുകാരോട് എന്തു പറയും? അവൾ മറുപടി പറഞ്ഞു, സത്യം മുസ്ലിങ്ങളുടെയും ഇസ്ലാമിന്റെയും ഭാഗത്താണെന്ന് എനിക്ക് ബോധ്യമായി. അത് ഞാൻ എന്റെ നാട്ടുകാരോട് പറയും. 3 മാസം മാത്രം പ്രായമായ ഒരു കുട്ടിയെ
വിഭ്രാന്തിക്കിടയിൽ കൈവിട്ടുപോയ ഒരു സ്ത്രീ ആർത്തു കരഞ്ഞുകൊണ്ട് സുൽത്താന്റെ അടുക്കൽ വന്നു. അവൾ തലയിലും മുഖത്തും മണ്ണ് വാരിയിട്ടുകൊണ്ട് അലമുറയിടുന്നുണ്ടായിരുന്നു. കുട്ടി നഷ്ടപ്പെട്ട അവളുടെ വിഷമാവസ്ഥ കണ്ട് സുൽത്താൻ ഉടനെ ആ കുട്ടിയെ കണ്ടുപിടിക്കാൻ സൈന്യത്തോട് ആജ്ഞാപിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും കുട്ടിയുമായി ഒരു പട്ടാളക്കാരൻ വന്നു. കുട്ടിയെ ആ സ്ത്രീ കേൾപ്പിച്ചു കൊടുത്ത് എന്നിട്ട് സുൽത്താൻ പറഞ്ഞു, ഞങ്ങൾ കാട്ടുമൃഗങ്ങളോ ക്രൂരന്മാരോ അല്ല. ഉമ്മയും മക്കളും സ്നേഹവും മനുഷ്യത്വവുമുള്ള മനുഷ്യർ തന്നെയാണ്. ഞങ്ങളുടെ അവകാശങ്ങളും ഭൂമിയും തിരിച്ചു പിടിക്കുന്നു എന്നല്ലാതെ മറ്റു ക്രൂരതകളൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. ഖുദ്സ് മോചനത്തിന്റെ ദിവസം ക്രിസ്ത്യാനിയായ ഒരു വൃദ്ധൻ ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ കൈ പിടിച്ച് സുൽത്താന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, പ്രഭോ, ഞാൻ ഫ്രാൻസിലെ തൗലൂസ് പ്രദേശത്തുകാരനാണ്. കഴിഞ്ഞ 20 വർഷമായി ഈ പട്ടണത്തിൽ താമസിക്കുന്നു. 2 വർഷം മുമ്പ് അസ്കലാനിൽ നിന്ന് ഒളിച്ചോടി വന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ ഞാൻ അതിഥിയായി സ്വീകരിക്കുകയും അവന് എന്റെ വീട്ടിൽ അഭയം നൽകുകയും ചെയ്തു. ഇവൻ ഉണ്ണുവാനും ഉറങ്ങുവാനും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ഇവന്റെ രഹസ്യങ്ങൾ ഞാൻ മൂടിവെക്കുകയും ചെയ്തു. കുരിശുകാർക്ക് ഇവിടെ മേധാവിത്വം ഉണ്ടായിരുന്ന കാലത്ത് ഇയാളെ ഞാൻ സംരക്ഷിച്ചു. ഇപ്പോൾ നിങ്ങൾ ഖുദ്സ് കീഴടക്കുകയും കുരിശുകാർ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു. മാറിയ ചുറ്റുപാടിൽ ഇവൻ കഴിഞ്ഞതെല്ലാം മറക്കുകയും എന്നെ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കിവിടുകയും കയ്യൂക്ക് കാണിക്കുകയും ചെയ്യുന്നു. ഞാൻ ദുർബലനും ഇവൻ ശക്തനുമായി മാറിയിരിക്കുകയാണ്. അതിഥി ആതിഥേയനെ വഞ്ചിക്കുന്ന ഈ സംസ്കാരം നിങ്ങളുടെ സമൂഹം അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇവനെ നിങ്ങൾ ശിക്ഷിക്കുമോ അതോ മൗനം പാലിക്കുമോ? ഇത് കേട്ട സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു അല്പനേരം ചിന്തിച്ചിരുന്നു. തുടർന്ന് ആ വൃദ്ധന്റെ വീടും സ്വത്തും മുഴുവനും മടക്കി കൊടുക്കുവാൻ ഉത്തരവിട്ടു. മുസ്ലിം ചെറുപ്പക്കാരന് താൽക്കാലികമായി ജയിലിലടക്കാൻ കൽപ്പിച്ചു. ഇങ്ങനെ ഖുദ്സ് മോചന സമയത്ത് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു കാണിച്ച നീതിയുടെയും ദയയുടെയും വിട്ടുവീഴ്ചയുടെയും അനേകം കഥകൾ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുൽത്താന്റെ ദയാക്ഷണത്തിൽ ദ്രോഹികളായ അനേകം കുരിശുവാഹകർ രക്ഷപ്പെട്ടിരുന്നു. ട്രിപ്പോളിയിലും അക്കയിലും സൂവറിലുമായി കഴിഞ്ഞുകൂടിയിരുന്ന അവർ വീണ്ടും ഒരു കുരിശു യുദ്ധത്തിന് തയ്യാറായി. ബൈത്തുൽ മുഖദ്ദസും പരിസര പ്രദേശങ്ങളും സുൽത്താന്റെ ശക്തമായ ഭരണത്തിന് കീഴിൽ ഇസ്ലാമിക നവോത്ഥാന പ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കെ ക്രൈസ്തവ ലോകം ഒറ്റക്കെട്ടായി 3ാം കുരിശു യുദ്ധത്തിന് പുറപ്പെട്ടു. യൂറോപ്യൻ നാടുകളിലെ ഭരണാധികാരികൾ നേരിട്ട് പങ്കെടുത്ത ആ ഘോര യുദ്ധത്തെ നേരിടാൻ സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു എന്ന ഒറ്റയാന്റെ നേതൃത്വത്തിൽ മുസ്ലിം സൈന്യത്തിന് ഒരു പ്രയാസവും ഉണ്ടായില്ല. 3ാം കുരിശു യുദ്ധം 5 വർഷം നീണ്ടുനിന്നു. പക്ഷേ ക്രിസ്ത്യാനികൾക്ക് നേട്ടമൊന്നും ഉണ്ടായില്ല. 1 ഇഞ്ച് ഭൂമി പോലും മുസ്ലിങ്ങളിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവസാനം പ്രസിദ്ധമായ റാമല്ല ഉടമ്പടിയോടെ കുരിശു സൈന്യം പിൻവാങ്ങുകയാണ് ഉണ്ടായത്. റോം, ഫ്രാൻസ്, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കൾ നേതൃത്വം നൽകിയിട്ടും റിച്ചാർഡ്, ഫ്രെഡറിക് തുടങ്ങിയ പ്രസിദ്ധരായ സൈനിക മേധാവികൾ നയിച്ചിട്ടും 5 വർഷക്കാലം അനേകം പോരാളികളെ ബലി കൊടുത്തിട്ടും നിരവധി സമ്പത്ത് ദുർവ്യയം ചെയ്തിട്ടും യാഫ തീരപ്രദേശത്ത് ഒരു കഷ്ണം മരുഭൂമി മാത്രമാണ് അവർക്ക് കിട്ടിയത്. സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ വിശ്രമം എന്തെന്നറിഞ്ഞിരുന്നില്ല. ഭരണ പ്രശ്നങ്ങളും അദ്ദേഹത്തെ വല്ലാതെ തളർത്തി. രോഗവും മരണവും ആ മഹാന്റെ പടിവാതിൽക്കലുമെത്തി. ഹിജ്റ 1889 സഫർ 14 മഹാൻ രോഗബാധിതനാവുകയും 27 ബുധനാഴ്ച സുബഹിക്ക് ശേഷം വഫാത്താവുകയും ചെയ്തു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സുൽത്താന്റെ അന്ത്യം മുസ്ലിം ലോകത്തിന് കനത്ത ആഘാതമായിരുന്നു. കുരിശുപടക്ക് ശ്വാസം വീണത് സുൽത്താന്റെ അന്ത്യവാർത്ത അറിഞ്ഞപ്പോഴാൽ. നൂറ്റാണ്ടുകാലം ചൈത്രയാത്ര നടത്തിയ സുൽത്താന്റെ ജീവിതം പൂർണ്ണമായും ഇസ്ലാമിന്റെ അന്തസ്സുയർത്താനും സമുദായത്തിന്റെ നാനോന്മുഖമായ നവോത്ഥാനത്തിനും സമർപ്പിക്കപ്പെട്ടതായിരുന്നു. വ്യക്തിജീവിത പരിശുദ്ധിയിലും ഭരണയുദ്ധ നൈപുണിയിലും ഒരുപോലെ ശോഭിച്ച അദ്ദേഹത്തെ പോലൊരു നായകൻ പിന്നീട് സമുദായത്തിനുണ്ടായിട്ടില്ല. സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു 17 മക്കളെ പ്രതിനിധികളായിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു തന്റെ അന്ത്യവസിയത്തിനായി മൂത്ത മകൻ അൽ മലിക്കുൽ അഫ്ദലിന് എഴുതി, മകനെ, നിന്നോട് ഞാൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ വസിയത്ത് ചെയ്യുന്നു.
തഖ്വ എല്ലാ നന്മകളുടെയും മൂലശിലയാണ്. അള്ളാഹു കൽപ്പിച്ചതെല്ലാം ഞാൻ നിന്നോട് കൽപ്പിക്കുകയും അതാണ് വിജയത്തിന്റെ നിധാനമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ജനങ്ങളുടെ രക്തം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. രക്തക്കൊതിയന്മാർക്ക് സമാധാനമുണ്ടാകില്ലെന്ന് പഠിച്ചിരിക്കുക. ഭരണീയരെ സൂക്ഷിക്കേണ്ടതും അവരുടെ പ്രാർത്ഥനയെ ഭയപ്പെടേണ്ടതുമാണ്. അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ വെക്കുക. നീ അള്ളാഹുവിന്റെയും അവരുടെയും വിശ്വസ്തനായിരിക്കുക. ആരെയും വെറുക്കാതിരിക്കുക. മരണം ആർക്കും വരാതിരിക്കില്ല. ജനങ്ങളെ സൂക്ഷിക്കുക. ജനങ്ങളുടെ തൃപ്തിയോടെയല്ലാതെ ആർക്കും പാപമോചനം ലഭിക്കില്ല. പാശ്ചാത്താപം നിന്നെ പരിശുദ്ധനാക്കും. അള്ളാഹു ഉന്നതനും മഹാനുമാകുന്നു. സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിനെ നിയന്ത്രിച്ചിരുന്നത് പണ്ഡിതന്മാരായിരുന്നു. ഏത് ചെറിയ കാര്യത്തിനും മഹാൻ പണ്ഡിതന്മാരുടെ അഭിപ്രായവും ഉപദേശ നിർദ്ദേശവും തേടിയിരുന്നു. തന്റെ വിജയരഹസ്യം തന്നെ പണ്ഡിതന്മാരുടെ ദുആ ബറക്കത്തുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പണ്ഡിതന്മാരെ അതിരിട്ട് ബഹുമാനിച്ച സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാൻ കൊതിച്ചു. കരഞ്ഞു കുതിർന്ന കണ്ണുമായി സുൽത്താൻ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ ഉത്തരം ലഭിക്കുക പതിവായിരുന്നു. അദ്ദേഹം എന്നും മുസ്ലിം ലോകത്തിന്റെ രോമാഞ്ചമായിരുന്നു. മുസ്ലിം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഏത് സദസ്സിലും അദ്ദേഹം സ്മരിക്കപ്പെടും. സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം കുരിശുകാർ സടകുടഞ്ഞെഴുന്നേറ്റു. മുസ്ലിങ്ങൾക്കിടയിൽ അനൈക്യത്തിന്റെ വിത്ത് വിതച്ചു. ഖുദ്സ് വീണ്ടും മുസ്ലിങ്ങൾക്ക് നഷ്ടമായി. അൽ മലിക്കുൽ ആദിലിന്റെ നേതൃത്വത്തിൽ അത് വീണ്ടും തിരിച്ചു പിടിച്ചെങ്കിലും ജൂത മേധാവിത്വത്തിന്റെ കീഴിൽ ആ പുണ്യഭൂമി വീണ്ടും നഷ്ടമായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. 1948 മെയ് 12-നാണ് ഔദ്യോഗികമായി ഖുദ്സ് ജൂതന്മാർ പിടിച്ചടക്കിയത്. കാലാകാലങ്ങളിൽ മുസ്ലിങ്ങളുടെ കൈവശം നിൽക്കുകയും ഇടയ്ക്കിടയ്ക്ക് ക്രിസ്ത്യാനികൾ കയറി വരികയും ചെയ്ത ആ പുണ്യഭൂമി എങ്ങനെ ജൂതന്മാർക്ക് കിട്ടി? അതൊരു വഞ്ചനയുടെ കഥയാണ്. ക്രിസ്തുമതത്തിൽ വിശ്വാസമില്ലാത്ത അഭിനവ ക്രിസ്ത്യാനികൾ ചെയ്ത ക്രൂരമായ വഞ്ചന. പരിശുദ്ധ ബൈത്തുൽ മുഖദ്ദസിന്റെയും പരിസര പ്രദേശങ്ങളുടെയും പരിപാവനത്വവും പിന്തുടർച്ച അവകാശവും ജൂതന്മാർക്ക് ഒരിക്കലും അവകാശപ്പെടാൻ ന്യായമില്ല. യേശുക്രിസ്തുവിന്റെ 1800 വർഷങ്ങൾക്ക് മുമ്പാണ് ഖുദ്സിന്റെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം ആരംഭിക്കുന്നത്. BC 1800 മുതൽ 1000 വരെ ഫലസ്തീനികളും കൻആനികളുമാണ് ആ പ്രദേശം ഭരിച്ചത്. 800 മുതൽ 587 വരെ സിറിയക്കാരും ഈജിപ്തുകാരും ഭരിച്ചു. 587 ബാബിലോണികൾ ഈജിപ്തുകാരിൽ നിന്ന് ഖുദ്സിന്റെ ഭരണം തട്ടിയെടുത്തു. തുടർന്ന് 50 വർഷം ബാബിലികൾ ഭരണം നടത്തി. 538 മുതൽ 332 വരെ 206 കൊല്ലം പേർഷ്യക്കാരാണ് ഖുദ്സ് ഭരിച്ചത്. 332 മുതൽ 191 വർഷം അലക്സാണ്ടർ ഭരണം നടത്തി. 141 മുതൽ 71 വർഷം അബ്രാനികളും BC 70 മുതൽ AD 323 വരെ റോമക്കാരുമായിരുന്നു ബൈത്തുൽ മുഖദ്ദസിന്റെ അധിപന്മാർ. 323 മുതൽ 614 വരെ ക്രിസ്ത്യാനികൾക്ക് ഖുദ്സ് ഭരിക്കാൻ അവസരം ലഭിച്ചു. 614 വീണ്ടും പേർഷ്യക്കാർ ഖുദ്സ് പിടിച്ചെടുത്തു. 14 കൊല്ലം അവർ കൈവശം വെച്ചു. 628 മുതൽ ബൈസാന്റിയൻ ക്രിസ്ത്യാനികളായിരുന്നു ഖുദ്സിന്റെ നായകർ. അവരിൽ നിന്നാണ് മഹാനായ രണ്ടാം ഖലീഫ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു 638 സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ ആ പരിപാവനമായ സ്ഥലം ഇസ്ലാമിന് കീഴിൽ കൊണ്ടുവന്നത്. തുടർന്ന് 434 വർഷം അറേബ്യൻ മുസ്ലിം നേതാക്കളും 20 വർഷം സൽജുക് തുർക്കികളും 1072 മുതൽ 1092 വരെ തുടർന്ന് 7 വർഷം അറബികളും ആ പുണ്യഭൂമി പരിപാലിച്ചു. 1099-ലാണ് ഒന്നാം കുരിശ് യുദ്ധത്തിൽ കുരിശുവാഹകരായ ക്രിസ്ത്യാനികൾ അത് പിടിച്ചെടുത്തത്. അവരുടെ കിരാത ഭരണത്തിന് കീഴിൽ 88 വർഷം ഖുദ്സ് തേങ്ങിക്കരഞ്ഞു. 1187 മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹു അത് മോചിപ്പിച്ചു. 46 വർഷം അത് മുസ്ലിങ്ങൾക്ക് കീഴൊതുങ്ങി. 1229 മുതൽ കുരിശ് നായകൻ ഫെഡറിക്കിന്റെ നേതൃത്വത്തിൽ 10 വർഷം കൂടി ക്രിസ്ത്യാനികൾ അവിടെ കഴിഞ്ഞുകൂടി. 1239 അറബികൾ ഉയർത്തെഴുന്നേറ്റു. തുടർന്ന് 1517 വരെ നീണ്ട 278 കൊല്ലം അവരും 1517 മുതൽ 1831 വരെ മുഹമ്മദ് അലി മിസ്രിയും
10 കൊല്ലം കൈവശം വെച്ച ശേഷം തുർക്കി ഭരണകൂടത്തിന് അത് വീണ്ടും കീഴൊതുങ്ങി. 76 വർഷം 1917 അവരുടെ ആധിപത്യത്തിൽ നിലകൊണ്ടു. 1917 മുതൽ 1947 വരെ 30 വർഷം അത് ബ്രിട്ടീഷ് ആധിപത്യത്തിലായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 19 വർഷം യഹൂദികളും ജോർദാൻകാരും ഖുദ്സിന്റെ ഭരണം പങ്കുവെച്ചു. 1967 ജൂൺ മാസത്തിലാണ് ഖുദ്സും പരിസരവും പൂർണ്ണമായി ജൂതന്മാർ പിടിച്ചടക്കിയത്. ഖുദ്സ് എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ ജൂതന്മാർക്ക് കൊടുത്തു? ആ പുണ്യഭൂമിയിൽ നിന്ന് മുസ്ലിങ്ങൾ അട്ടിപ്പായിക്കുവാനും അവരെ ഉന്മൂലനാശം വരുത്താനും ജൂതന്മാർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്യാനും ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് തയ്യാറാകുന്നു? സ്വന്തം ദൈവത്തിന്റെ പുത്രനെ കുരിശിൽ തറച്ചു കൊല്ലാൻ മെനക്കെട്ട് ഒരു വിഭാഗത്തിന് നേരെ ഇത്രയും വലിയ ഔദാര്യം എന്തുകൊണ്ട്? അത് മറ്റൊന്നുമല്ല, ഇസ്ലാമിന്റെ നാശം സാധ്യമായാലേ സാമ്രാജ്യത്വവും ക്രിസ്തുമത സിദ്ധാന്തങ്ങളും അടിച്ചേൽപ്പിക്കാൻ കഴിയൂ എന്ന ബോധ്യമാണതിന് കാരണം. അതിനുള്ള ശ്രമത്തിന് എല്ലാ സഹായങ്ങളും ക്രിസ്ത്യൻ മിഷനറി ചെയ്തുകൊണ്ടിരുന്നു. ബൈത്തുൽ മുഖദ്ദസിന്റെ 37,000 വർഷത്തെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൽ 1561 വർഷം ബഹുദൈവ വിശ്വാസികളും 503 വർഷം യഹൂദികളും 430 വർഷം ക്രിസ്ത്യാനികളും അത് കൈവശം വെച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കി കാലങ്ങളിലൊക്കെ അത് മുസ്ലിങ്ങളുടെ കൈവശമായിരുന്നു. ജൂതന്മാരുടെ കരാളഹസ്തങ്ങളിൽ ഞെരിഞ്ഞമരുന്ന ആ പുണ്യഭൂമിയുടെ തേങ്ങലുകൾ കേൾക്കാൻ ഭൗതിക സുഖത്തിന്റെ പറുദീസകളിൽ വിലസുന്ന ആധുനിക മുസ്ലിം നേതാക്കൾക്ക് കഴിയില്ല. ഇസ്ലാമത താല്പര്യവും ഈമാനിക ആവേശവുമുള്ള ഒരു ഉമറോ അയ്യൂബിയോ പിറവിയെടുക്കാത്ത കാലത്തോളം ഖുദ്സിന്റെ കണ്ണീർ നിലക്കുകയില്ല. ബൈത്തുൽ മുഖദ്ദസിന്റെ അന്യാധീനതയിലും ജൂതന്മാർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരകൃത്യങ്ങളിലും മുസ്ലിം ലോകം തേങ്ങിക്കരയുകയാണ്. മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന്റെ ആത്മാവ് നൊമ്പരപ്പെടുകയാണ്. ആ പുണ്യഗേഹത്തിന്റെ പരിഭാവനത്വം കാത്തു സൂക്ഷിക്കാൻ മറ്റൊരാളെക്കാളും കടപ്പെട്ടവരാണ് മുസ്ലിങ്ങൾ. അമ്പിയാക്കളുടെയും സഹാബികളുടെയും ഔലിയാക്കൾ, ആരിഫുകൾ, പണ്ഡിതന്മാർ തുടങ്ങിയ ലക്ഷക്കണക്കിന് പരിശുദ്ധാത്മാക്കളുടെയും ഭൗതികവും ആത്മീയവുമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ആ വിശുദ്ധ സ്ഥലം മുസ്ലിം ലോകത്തിന് തിരിച്ചു നൽകാതെ ലോക സമാധാനമായെന്ന യാഥാർത്ഥ്യം പൂവണികയില്ല. പക്ഷേ മുസ്ലിം ലോകത്തിന് ഖുദ്സിന്റെ സംരക്ഷണാധികാരം ലഭ്യമാവാൻ ഇപ്പോൾ രൂപപ്പെട്ടുവരുന്ന ആധുനിക ലോകക്രമം ഒരിക്കലും സഹായകമല്ല. ഈമാനികാവേശവും സമുദായ താല്പര്യവും കൈമുതലുള്ള ഒരു നായകന്റെ അഭാവമാണ് ഇപ്പോൾ ജൂത ക്രൈസ്തവ കൂട്ടുകെട്ടിന് ശക്തി പകർന്നത്. ഇനിയൊരു സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന് ജന്മം നൽകാൻ ഈ സമുദായത്തിലെ ഉമ്മമാർക്ക് ഭാഗ്യമുണ്ടാകുമോ? ജഗന്നിയന്താവായ തമ്പുരാനെ, മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന്റെ കർമ്മഫലം തവസ്സുലാക്കി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥാ, ഇനിയൊരു സലാഹുദ്ദീന് നീ ജന്മം നൽകണമേ. ഖുദ്സിന്റെ നൊമ്പരം നീ തീർക്കണമേ. സലാഹുദ്ദീൻ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇരുലോക വിജയം പ്രദാനം ചെയ്യട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി